കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ നിർണ്ണയിക്കുന്ന ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകളല്ല, മറിച്ച് ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ മുന്നോടിയായിട്ടുള്ള പ്രകമ്പനങ്ങളാണ്. വിപ്ലവത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് ലോകം വിശേഷിപ്പിച്ച പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ ഇക്കുറി ചുവപ്പ് മാഞ്ഞ് കാവി പടരുമോ? കണ്ണൂര് കഴിഞ്ഞാൽ CPM-ന് ഏറ്റവും കൂടുതൽ അടിവേരുകളുള്ള ജില്ലയിൽ ഇക്കുറി അടിത്തറ ഇളകുന്നത് കണ്ട് AKG സെന്ററിൽ പോലും ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. പക്ഷേ ഈ രാഷ്ട്രീയ വിപ്ലവത്തിന്റെ കേന്ദ്രബിന്ദു ഒരൊറ്റ പേരാണ്: ശോഭാ സുരേന്ദ്രൻ. BJP-യുടെ സ്വന്തം ശോഭാ സുരേന്ദ്രൻ. അതെ, ഇക്കുറി കായംകുളത്ത് അട്ടിമറി വിജയം ശോഭ നേടുമോ? കേരളത്തിന്റെ നിയമസഭാ ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്ന സുനാമി തരംഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും ഒന്ന് ഞെട്ടുന്നത്? ഉത്തരം അവരുടെ 3 പതിറ്റാണ്ടിലേറെ നീണ്ട പോരാട്ട വീര്യമുള്ള രാഷ്ട്രീയ ജീവിതത്തിലാണ്. തൃശ്ശൂരിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് താഴെത്തട്ടിൽ നിന്നും പൊരുതി വളർന്ന് ഇന്ന് BJP-യുടെ ദേശീയ നിർവാഹക സമിതി അംഗം വരെ എത്തി നിൽക്കുന്ന കരുത്തുറ്റ വ്യക്തിത്വം. കേരളത്തിൽ BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ പോലും കഴിയാതിരുന്ന കാലത്ത് ഭരണകൂട ഭീകരതയെയും പോലീസിന്റെ ലാത്തിചാർജിനെയും ഭയമില്ലാതെ നേരിട്ട ചരിത്രമാണ് അവർക്കുള്ളത്. ഓരോ തിരഞ്ഞെടുപ്പിലും BJP-യുടെ വോട്ട് വിഹിതം ഇരട്ടിപ്പിക്കുന്ന ഒരു വോട്ട് ബൂസ്റ്റർ കൂടിയാണ് ശോഭ. ആറ്റിങ്ങലിലും ആലപ്പുഴയിലും അവർ കാഴ്ചവെച്ച മുന്നേറ്റം വെറുമൊരു കളിയായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ ട്രെയിലറായിരുന്നു. ഇക്കുറി ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കായംകുളമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ CPM-ന് നെഞ്ചിടിപ്പ് കൂടും. കാരണം കായംകുളം നിയമസഭാ മണ്ഡല പരിധിയിൽ മാത്രം ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ CPM-ന്റെ സിറ്റിംഗ് MP-യെ പോലും പിന്നിലാക്കിയിരുന്നു. ദശാബ്ദങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചുനിന്ന വോട്ടുകൾ എങ്ങനെ BJP-യിലേക്ക് മറഞ്ഞു? കായംകുളത്തെ മത്സ്യത്തൊഴിലാളി മേഖലകളിലും സാധാരണ കർഷക തൊഴിലാളികൾക്കിടയിലും ശോഭ ഇന്നൊരു രക്ഷകന്റെ പരിവേഷത്തിലാണ്. ഞങ്ങൾക്കൊരു മാറ്റം വേണമെന്ന ജനങ്ങളുടെ ആഗ്രഹത്തിന് ചിറക് നൽകാൻ ശോഭയുടെ സാന്നിധ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കുറി ശോഭ അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയാൽ അത് UDF-നെയും LDF-നെയും ഒരുപോലെ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയായിരിക്കും അത്. ഇനി നമുക്ക് മറ്റ് മണ്ഡലങ്ങളിലെ വിള്ളലുകൾ നോക്കിയാൽ ആലപ്പുഴയിലെ മറ്റ് മണ്ഡലങ്ങളിലുമൊക്കെ ചിത്രം സമാനം തന്നെയാണ്. ചെങ്ങന്നൂര് സജി ചെറിയാൻ എന്ന കരുത്തനായ നേതാവിനെ നേരിടാൻ BJP നേതാവ് സന്ദീപ് വചസ്പതി അവിടെ നടത്തുന്ന ചിട്ടയായ പ്രവർത്തനങ്ങൾ CPM-ന്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും BJP 1-ാം സ്ഥാനത്താണ്. അമ്പലപ്പുഴയിലേക്ക് പോയാൽ G സുധാകരൻ എന്ന അതികായനെ വെട്ടിനിരത്തിയത് CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുണ്ട്. ഈ അതൃപ്തി മുതലെടുക്കാൻ BJP-ക്ക് കഴിഞ്ഞാൽ അമ്പലപ്പുഴയിലെ ഫലം പ്രവചനാതീതമാകും. അരൂർ, ചേർത്തല നോക്കിയാലോ? കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം ജയിച്ച മണ്ഡലങ്ങളിൽ BJP പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വിധി എഴുതുമെന്നതാണ് ചോദ്യം. കുട്ടനാട്ടിലെ കർഷക പ്രശ്നങ്ങളും തീരദേശത്തെ അവഗണനയും ഭരണവിരുദ്ധ വികാരമായി മാറുമ്പോൾ അത് ശോഭാ സുരേന്ദ്രൻ നയിക്കുന്ന മുന്നേറ്റത്തിന് ഒരു ഇന്ധനമാവുകയാണ്. എന്തായാലും നിയമസഭാ ഇലക്ഷൻ വരികയാണല്ലോ, നമുക്ക് കാത്തിരുന്ന് കാണാം ആലപ്പുഴയിൽ സംഭവിക്കാൻ പോകുന്ന ആ വമ്പൻ മാറ്റങ്ങളെല്ലാം തന്നെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ.